നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള 2 ടേം വ്യവസ്ഥയിൽ ഇളവ് വരുത്താൻ CPM-ൽ ആലോചന. തുടർഭരണം ലക്ഷ്യമിട്ടിറങ്ങുമ്പോൾ 2 ടേം വ്യവസ്ഥ കർശനമാക്കിയാൽ ചില സിറ്റിംഗ് സീറ്റുകളിൽ തിരിച്ചടി ഉണ്ടാകും എന്നാണ് പാർട്ടി വിലയിരുത്തൽ. ടേം വ്യവസ്ഥയിൽ ഇളവ് വരുന്നതോടെ പിണറായി വിജയൻ, KK ശൈലജ അടക്കമുള്ള നേതാക്കൾ വീണ്ടും മത്സരരംഗത്തുണ്ടാകും. RB സനൂപ് വിശദാംശങ്ങൾ നൽകും. സനൂപ്, ഈ 2 ടേം വ്യവസ്ഥ തുടർഭരണം ലക്ഷ്യം വെച്ചാണ്. ഒപ്പം തന്നെ പിണറായി വിജയൻ, KK ശൈലജ തുടങ്ങി മുഖ്യമന്ത്രി സ്ഥാനത്തേക്കടക്കം പരിഗണിക്കുന്ന മുതിർന്ന നേതാക്കളെ വീണ്ടും മത്സരിപ്പിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ഉള്ളതാണോ? ഇത് ആലോചന മാത്രമാണോ, വേഗത്തിൽ തന്നെ ഇത് നടപ്പാക്കുമെന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? സൈഫുദ്ദീൻ, നിയമസഭാ തിരഞ്ഞെടുപ്പിനോടുള്ള ഒരു മുൻ വിധിയോടുകൂടി തന്നെ ഇപ്പോൾ CPM പ്രവർത്തനം ആരംഭിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് ഈ 2 ടേം വ്യവസ്ഥ CPM കർശനമായിട്ട് കൊണ്ടുവന്നത്. അതായത് 2 തവണ മത്സരിച്ചവർക്ക് പകരം പുതുമുഖങ്ങളെ മത്സരിപ്പിക്കുക എന്നുള്ളൊരു തീരുമാനമായിരുന്നു അന്ന് പാർട്ടി എടുത്തത്. അതിനു പിന്നാലെ മന്ത്രിസഭയിലും ഇതേ രീതി തന്നെ തുടരുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രി ഒഴികെ കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രിമാരെ ആരും തന്നെ ഉൾപ്പെടുത്താതെ പുതിയ ആളുകളെയാണ് മന്ത്രി ആയിട്ട് നിയമിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു 3ാം ഭരണം ലക്ഷ്യമിടുന്നുണ്ട് CPM. അങ്ങനെ ഒരു ഭരണം കിട്ടുമെന്നുള്ള വലിയ ഒരു പ്രചാരണം പാർട്ടിക്കിടയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മാന്ത്രിക സംഖ്യയായിട്ടുള്ള 71 സീറ്റിലെ വിജയം അതിലേക്ക് എത്തണമെങ്കിൽ കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ചത്, അതായത് 2 ടേം പൂർത്തിയാക്കിയവർക്കും ഇളവ് നൽകണമെന്നുള്ളൊരു ആലോചനയാണ് നിലവിൽ ഇപ്പോൾ CPM-ൽ നടന്നുകൊണ്ടിരിക്കുന്നത്. CPM-ൽ നിലവിൽ ഇപ്പോൾ നിയമസഭയിൽ 23 പേർ 2 ടേം പൂർത്തിയാക്കിയവരാണ്. അതിൽ ഒരു ഏകദേശം ഉള്ളവരെയൊക്കെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാനുള്ള സാധ്യതയാണ് നിലവിലിപ്പോൾ മുന്നിലുള്ളത്. കാസർഗോഡ് രാജഗോപാൽ, അദ്ദേഹം ജില്ലാ സെക്രട്ടറിയായി 2 തവണയൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ പോലും, ജില്ലാ സെക്രട്ടറി ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് വീണ്ടും മത്സരിപ്പിക്കാനുള്ള ഒരു സാധ്യത ഇപ്പോൾ മുമ്പിലുണ്ട്. തൃക്കരിപ്പൂരിൽ വീണ്ടും മത്സരിപ്പിക്കാനായിരിക്കും ഒരുപക്ഷെ സാധ്യത. കണ്ണൂർ വരികയാണെങ്കിൽ അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ തന്നെ KK ശൈലജ ഉൾപ്പെടെ, അതേപോലെ സ്പീക്കർ AN ഷംസീർ ഉൾപ്പെടെയുള്ളവർ വീണ്ടും മത്സരിക്കാനുള്ള സാധ്യത ഉണ്ട്. കോഴിക്കോട് പറയുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ LDF കൺവീനർ കൂടിയാണ് TP രാമകൃഷ്ണൻ. അദ്ദേഹം മത്സരിക്കുന്ന കാര്യം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിരിക്കും ഒരുപക്ഷെ അക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. മന്ത്രി OR കേളു വീണ്ടും മത്സരിക്കുമെന്നുള്ളൊരു വിവരവും പുറത്തു വരുന്നുണ്ട്. കാരണം അദ്ദേഹത്തിനെ ഈ അവസാന ഘട്ടത്തിൽ അദ്ദേഹം മത്സരിക്കുകയായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഒന്നുകൂടി മത്സരിപ്പിക്കാനുള്ള സാധ്യത മുമ്പിലുണ്ട്. എറണാകുളത്ത് എല്ലാവരെയും മത്സരിപ്പിക്കും. അതുപോലെ തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ 6 പേർ ഈ 2 ടേം പൂർത്തിയാക്കിയവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ, അതേപോലെ തന്നെ പാറശാലയിൽ CK ഹരീന്ദ്രനും, കാട്ടാക്കടയിൽ IB സതീശനും ഉൾപ്പെടെയുള്ളവർ വീണ്ടും മത്സരിക്കാൻ തന്നെ സാധ്യതയുണ്ട്. വർക്കലയിൽ VJോയും വീണ്ടും മത്സരരംഗത്ത് ഇറങ്ങാൻ തന്നെയാണ് പാർട്ടി ആലോചിക്കുന്നത്.